വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു ക്ലീനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ എൻ്റെ ഒരു ക്ലീനിങ് റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇന്ന് ലഞ്ചൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും ആയിട്ടില്ല. രാവിലെ നൂൽപുട്ടും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് സ്കൂളിലോട്ട് കൊടുത്തു വിട്ടു. പിന്നെ ഉള്ള പണികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോഴേ നമ്മൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ, പിള്ളേർ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്താ ഇവിടെ വീട്ടിൽ പണിയെന്ന്. അപ്പോൾ പിള്ളേർ സ്കൂളിലോട്ട് പോകുമ്പോൾ വീട്ടിലത്തെ പണികളൊന്നും ചെയ്തിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലികൾ വീട്ടിലുണ്ടാവും. അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ കൂടി അവർക്ക് ഒരു പരിമിതിയുണ്ട് രാവിലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് അല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ ജോലികൾ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ വീക്കെൻഡിലോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അവരുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നുണ്ടാവുക. പിന്നെ അതുമാത്രമല്ല, ചിലപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടിലാണെങ്കിൽ അവർക്ക് ഹസ്ബൻഡോ പിള്ളേരോ ഒക്കെ ആണെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും അവിടെ വീട്ടിലത്തെ ജോലികൾ ചെയ്യാനും. എല്ലാ വീട്ടിലത്തെയും കാര്യമല്ല ഞാൻ പറയണത്, ചില വീടെങ്കിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആരും ഹെൽപ്പ് ചെയ്യാനോ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഇതന്നെയാണല്ലോ ജോലി എന്നാണല്ലോ അവരും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. നമുക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാലും ഒരുപാട് ജോലികൾ വീട്ടിലുണ്ട് കേട്ടോ. അത് നമ്മൾ വീട് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും തന്നെ വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും. അല്ലാതെ കുറച്ച് അങ്ങനെയൊക്കെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വീട്ടിൽ പണികൾ ഇല്ലാതെ തോന്നാറ്. പക്ഷെ അല്ലാത്ത എല്ലാ സ്ത്രീകളും തന്നെ കുറച്ച് വൃത്തിയുള്ള എല്ലാവർക്കും കുട്ടികൾ പോയി കഴിഞ്ഞാലും ഓരോ കാര്യങ്ങൾ വൃത്തിയാക്കിയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും അവർക്കൊരു ഉച്ച വരെയും തന്നെ സമയം പോണത് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്കും. പിള്ളേർ പോയി കഴിഞ്ഞാലും ഒരു ഉച്ച വരെയൊക്കെ സമയം എങ്ങനെയും എനിക്ക് ഓരോ ജോലികളായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സിങ്കിൽ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും അതുപോലെ കുട്ടികൾ കഴിച്ചതും ഫുഡും ഉണ്ടായതൊക്കെ ആയിട്ട് ഒരുവിധം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്കത്തുള്ള ഊണ് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ ഇന്നലെ തന്നെ ഞാൻ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറി വെക്കുകയും വേണം, നമുക്ക് ചോറൊക്കെ വെക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ചിക്കൻ എടുത്ത് പുറത്തും വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അടിച്ചുവാരും തുടക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ രാവിലെ പിള്ളേർ പോകുന്നതിന് മുമ്പ് എൻ്റെ ലഞ്ചൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ക്ലീനിങ്ങിൻ്റെ പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 6:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിന് 7:30 പോകുന്നതുകൊണ്ട് ഞാൻ ലഞ്ചൊന്നും ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നൂൽപുട്ടും ഇഷ്ടവും കൂടി ഉണ്ടാക്കിയിട്ട് ലഞ്ചും അതന്നെ രണ്ടാൾക്കും കൊടുത്തു വിടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കണ്ണന് ഞാൻ ചപ്പാത്തി ഇട്ട കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞാലാണ് ഉച്ചയ്ക്കത്തെ ഊണിനുള്ള പരിപാടികളൊക്കെ നോക്കാൻ എനിക്ക് തോന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വേഗം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഫുഡ് കഴിക്കും. പിന്നെ അതിന് ശേഷം കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ചോറൊക്കെ ആയ ദിവസമാണെങ്കിൽ പിന്നെ എനിക്ക് ഈ പണികൾ ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ചോറൊന്നും ആക്കാത്ത കാരണം ചോറൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോറിനുള്ള വെള്ളം ചൂടാവും വേണം. ഫ്രീസറിലത്തെ എടുത്ത ചിക്കനൊക്കെ ഒന്ന് തണുപ്പ് പോവും വേണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യുകയാണ്. സാധാരണ ഞാൻ രാവിലെ തുടയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 2 ദിവസം ലീവൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഒന്ന് സ്കൂളിൽ പോയതുകൊണ്ട് എല്ലാവരും ഒന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചപ്പോൾ 2 ദിവസം നമ്മൾ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്താലും പിള്ളേരുള്ള വീടല്ലേ, നമുക്ക് പിള്ളേരുള്ളവർക്ക് അറിയാം നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും അവർ ഓരോ കടലാസും പേപ്പറും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വൃത്തികേടായിട്ടൊക്കെ കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീടൊക്കെ നീറ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കും. പിന്നെ അവർ വരുന്ന വരെയൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുമല്ലോ. പിന്നെ അവർ വന്നു കഴിഞ്ഞാലും രാവിലെയും വൈകിട്ടുമൊക്കെ എന്തായാലും അടിച്ച് വാരണം കേട്ടോ. അപ്പോൾ 2 നേരം അടിച്ച് വാരിയാലും കടലാസും പേപ്പറുകളൊക്കെ കുറേയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഡെയിലി അടിച്ച് വാരണതാണ്. എന്നാലും രാവിലെ ഇപ്പോൾ ഇത്രയും കടലാസുകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവണേന്ന് അറിയണില്ല കേട്ടോ. എപ്പോഴും അടിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
രാവിലത്തെ ക്ലീനിങ് എന്തായാലും മസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോണ തിരക്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുത്ത സാധനങ്ങൾ ചിലപ്പോൾ അവർ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാവിടെയും വെച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ പെട്ടെന്ന് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കേണ്ട തിരക്കിൽ നമ്മൾ എന്താ കയ്യിൽ കിട്ടണമെന്ന് വെച്ചാൽ അത് എവിടെ വെച്ചാൽ വെക്കും കേട്ടോ. അങ്ങനെയാണ് രാവിലത്തെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കിടന്ന റൂമിൽ അവർ ബെഡൊന്നും ചില ദിവസങ്ങളിൽ പറഞ്ഞെടുത്ത് വെക്കട്ടെ. ചിലപ്പോൾ അവരും ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോകട്ടെ. പിന്നെ എനിക്ക് പിള്ളേർ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാനും ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഒന്ന് വൃത്തിയായിട്ട് എടുത്തു വെക്കാനെന്നുള്ള സമയം രാവിലെ ചിലപ്പോൾ കിട്ടില്ല. നേരത്തെയൊക്കെ എഴുന്നേൽക്കുന്ന ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അവരോട് അത്രയ്ക്ക് നിർബന്ധിക്കുകയൊന്നും ചെയ്തില്ല. അവർക്ക് പിന്നെ ഞാൻ നേരായതുകൊണ്ട് അവർക്ക് ഫുഡ് ആവാനും നേരമാവുമല്ലോ, അതുകൊണ്ട് ഞാൻ അവർ പെട്ടെന്ന് കഴിച്ചിട്ട് പോകലും അങ്ങനെയൊക്കെ ആയിട്ട് രാവിലെ അവരൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി അവരുടെ ബെഡും പുതപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അവർ റെഡി ആവാൻ എടുക്കുന്ന സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഡെയിലി ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഡെയിലി ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണതും അതുപോലെ അവർ തുടച്ച തോർത്തുകളും ഒക്കെ ഇങ്ങനെ തിരുമ്പണ സമയം വാഷിംഗ് മെഷീനിൽ തിരുമ്പാനിടുന്ന സമയത്ത് എല്ലാ റൂമിൽ കൂടി ഒന്ന് നടക്കണം കേട്ടോ. എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് കിട്ടുകയെന്നറിയില്ല അലക്കാനിടാനൊക്കെ. അപ്പോൾ രാവിലെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ റൂമിലും പോയിട്ട് ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ചിലപ്പോൾ അവർ തോർത്ത് തുടച്ചതോ അല്ലെങ്കിൽ അവർ ഇട്ട ഡ്രസ്സുകളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അലക്കാനൊക്കെ എല്ലാവിടെയും ഉണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെയും വീടൊക്കെ വൃത്തിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. പിന്നെ വൈകിട്ടൊന്ന് അടിച്ചു വരേണ്ടി വരുള്ളൂ. ഈ റൂമുകളൊന്നും അധികം അങ്ങനെ ആവില്ല. ഹാള് മാത്രമാണ് കേട്ടോ വൈകിട്ട് ഒന്ന് കുറച്ച് എന്തെങ്കിലും അവർ വന്നിട്ട് സ്നാക്സ് കഴിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ എടുത്തിട്ട് ഇടുമ്പോഴൊക്കെയാണ് ഹാളിൽ എന്തായാലും കുറച്ച് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ നമ്മുടെ വീട് തന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് എത്ര അടിച്ചു വാരി തുടച്ചാലും നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ കാല് തുടയ്ക്കണ ചവിട്ടിയിലൊക്കെ നല്ലോണം പൊടികൾ ഉണ്ടാവാറുണ്ട്. ഞാൻ വിചാരിക്കും എങ്ങനെ വാതിലൊക്കെ അടച്ച് വെച്ചിട്ട് ഇത്രയും പൊടികളൊക്കെ ഇങ്ങനെ വീട്ടിലോട്ട് വരണേന്ന് അറിയില്ല. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ എപ്പോഴും പോണതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ നല്ലോണം പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഇട്ടതൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയായി. പിന്നെ പിറ്റേന്ന് ഞാൻ സോഫയിൽ വിരിക്കണ വിരിയൊക്കെ ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും കൈയോടെ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് വിചാരിച്ചിട്ട് സോഫയുടെ കവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സോഫയിൽ വിരിക്കുന്ന വിരിയൊക്കെ എങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് തിരുമ്പിയിടണം കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും സോഫയുടെ വിരിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തിരുമ്പി ഉണക്കി ഇടുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കാണുമ്പോൾ അതിൽ അഴുക്കൊക്കെ ആയിട്ടും അല്ലാതെ പൊടികളൊക്കെ ആയിട്ടൊക്കെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സോഫയുടെ വിരിയൊക്കെ ഒന്ന് തിരുമ്പിയിടും. അതുപോലെ തന്നെ നമ്മൾ നിലത്തിടുന്ന ചവിട്ടികളൊക്കെ എങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം തിരുമ്പിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അത് ഒരാഴ്ചയിൽ നിന്ന് 2 ആഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കയറി വരുന്നത് തന്നെ എപ്പോൾ എല്ലാ വീട്ടിലാണെങ്കിലും ഫ്രണ്ടിൽ തന്നെ ആയിരിക്കുമല്ലോ സോഫ. നമുക്ക് സോഫ കവറൊക്കെ നീറ്റായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയാണ് വീട് കാണാൻ. ഇപ്പോൾ സോഫയുടെ വിരിയൊക്കെ ഇങ്ങനെ എന്തോ പോലെയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തോ പോലെ ഉണ്ടാവും കാണാം. പക്ഷേ സോഫയുടെ കവറൊക്കെ ഒന്ന് നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു ഭംഗി തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതൊരു നന്നായിട്ട് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം ചൂടായപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അരിയൊക്കെ കഴുകിയിട്ട് ചോറിന് ഇട്ട് കൊടുക്കണം കേട്ടോ. രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് ചോറും പിന്നെ ചിക്കൻ കറി മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ പിള്ളേരൊക്കെ വൈകിട്ടല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ഫ്രൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി കുറച്ച് ചിക്കൻ കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ചോറും ചിക്കൻ കറി പിന്നെ ഊണ് കഴിക്കാറാകുമ്പോൾ പപ്പടം കൂടി കാച്ചാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് വേഗം തുടയ്ക്കുക, ചോറൊക്കെ ഒന്ന് പകുതി വേവ് ആയിക്കോട്ടെ, ആ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടയ്ക്കലും അതുപോലെ തന്നെ തുണി ഉണക്കാനിട്ടതൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് നമുക്കിവിടെ നല്ലോണം മഴയും വെയിലായിരുന്നു കേട്ടോ. അപ്പം തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മഴയാവും. വെയിൽ കാണുമ്പോൾ തുണിയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവും നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു മഴയായിട്ടുണ്ടാവുക കേട്ടോ. വെയിലും മഴയും ഒന്നിച്ചാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് തുണികൾ ഉണ്ടായിരുന്നു. ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഞാനൊക്കെ കൊണ്ടൊന്ന് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. വെയിൽ കാണുന്നിടത്തൊക്കെ ഇട്ടിട്ടുണ്ട് തുണി. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് വന്നിട്ട് തുണിയൊക്കെ മടക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ
തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തുണി ഇടണമെങ്കിൽ നമുക്ക് ഇന്നലത്തെ തുണിയൊക്കെ ഒന്ന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ആ തുണികളൊക്കെ ഒന്ന് കൊടുന്നിട്ട് സോഫയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടാണ് ഈ ചിക്കൻ കറിയൊക്കെ ആയതിന് ശേഷമാണ് തുണി മടക്കണമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് കൊണ്ടിടട്ടെ. അപ്പം നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരുവിധം ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്ന വീട് കണ്ടാൽ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം സോഫയുടെ വീതിയൊക്കെ വിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യം പോകുമ്പോൾ ഒക്കെ സോഫയുടെ കവറൊക്കെ വൃത്തിയാക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ആ സോഫയുടെ കവർ ഇവർ ഇരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് വരണേന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയും ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അവർ പറയാറ്. പക്ഷെ ഇങ്ങനെ കാണുന്ന സോഫ കവർ കുട്ടികളുള്ളപ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും കാണില്ല കേട്ടോ. അതുപോലെ എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴും ഇവരൊക്കെ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അവരില്ല ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പോൾ അവരില്ലാത്ത സമയത്താണെങ്കിൽ എനിക്ക് അവരോട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ വീഡിയോസൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് സമയം കൊണ്ട് നമ്മുടെ ഫ്രീസറത്തെ ചിക്കനൊക്കെ ഒന്ന് തണുപ്പൊക്കെ മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചോറ് ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ വലിയ അടുപ്പിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാവണ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ഇരുന്നിട്ട് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സവാളയും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഞാൻ കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു സവാളയും അല്ലെങ്കിൽ കുറേ വെക്കുകയാണെങ്കിൽ 2-3 സവാളയൊക്കെ. ഇപ്പം ഇന്ന് കുറച്ച് ചിക്കനെ വെക്കുന്നുള്ള കാരണം ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴക്കിയതിന് ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് നല്ലോണം കരിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പെരുംജീരകം അങ്ങനെ പട്ട ഗ്രാമ്പ് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പട്ട ഗ്രാമ്പിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, ഗരം മസാല ഇട്ട് കൊടുക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. ഇന്ന് വറുത്തരച്ച ചിക്കനൊന്നും അല്ലാട്ട് വെക്കണേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ കറിയാണ് വെക്കുന്നത്. സവാളയൊക്കെ വഴറ്റാനിട്ടിട്ട് ഞാനൊരു തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം കുത്തൊക്കെ പോയിട്ട് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ടിട്ട് തക്കാളി ഇട്ട് വഴറ്റുക. പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറി സിമ്പിളാണ്. കുറച്ച് വേവേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ഞാൻ വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. പിന്നെ തുണി മടക്കേണ്ട പണികളൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഒന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഉച്ചക്കത്തെ ആയാലും ഞാനൊരു ഇന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സെക്കൻഡ് ചെയ്യാമെന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്നാലാണ് എൻ്റെ പണികളൊക്കെ ഒരേ ടൈമിൽ ഇങ്ങനെ കഴിയുകയും ചെയ്യും. എൻ്റെ വീടും അങ്ങനെ അതേപോലെ ക്ലീനായിട്ട് കിടക്കാനും ശ്രദ്ധിക്കാറ് കേട്ടോ. നമ്മൾ ടൈം എപ്പോഴും നമ്മൾ മാനേജ് ചെയ്തിട്ട് ഓരോ പണികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലത്തെ കുക്കിങ്ങും ലഞ്ചും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉച്ച സമയത്തൊക്കെ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് ആ സമയത്തായിരിക്കും കേട്ടോ. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ അത്രയ്ക്ക് സമയം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളിൽ കുട്ടികൾക്കാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ എൻ്റേതായ കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ പിള്ളേർ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സമയം ഞാൻ കണ്ടെത്താറുണ്ട്. പെട്ടെന്ന് പണികൾ തീർക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കാറ്. വൈകിട്ടായാലും അതുപോലെ തന്നെ ഒരു 4 മണിക്കൊക്കെ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെയും എനിക്ക് പണികൾ ഉണ്ടാവും. പക്ഷേ ഞാൻ എന്നാലും കൂടി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം സ്ട്രെസ് ഇല്ലാതെ തന്നെ നമ്മുടെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടും നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരു വൈബ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ എപ്പോഴും നമ്മൾ നീറ്റായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടും കാര്യങ്ങളും പിള്ളേരും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ എല്ലാം കുട്ടികളായാലും ഹസ്ബൻഡായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുത്താലും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ ഒരു ബോറടിച്ച് കൂട്ടോ. എന്തപ്പോൾ എന്നും ഈ ജോലിയല്ലേ, അല്ലെങ്കിൽ എന്നും നമുക്ക് ഈ വർക്കിന് പോകണവർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും അവർ പുറത്ത് പോകുന്നുണ്ട്, 4 ആളായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവർക്കുള്ളൊരു സാലറി കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും.
പക്ഷേ നമ്മളെപ്പോലെ ഇങ്ങനെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവർക്കാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്നും പറഞ്ഞാൽ കേട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് തന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പിണങ്ങിയാലോ, നമ്മൾ പറയണത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമുക്ക് തോന്നും കേട്ടോ, എന്തൊരു ലൈഫാണ് ഇങ്ങനെയെന്നൊക്കെ ചെയ്യാൻ. എനിക്ക് ഇതേപോലുള്ള സ്റ്റേജൊക്കെ ഞാൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പിന്നെ എനിക്ക് തന്നെ തോന്നി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വേണ്ടി കൂടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോഴാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതേ ഇടയ്ക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി. പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ആയാലും എൻ്റെ മോളുടെ ആയാലും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് പുറത്തൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകണമെന്നോ ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ വീട്ടിലത്തെ ജോലികളൊന്നും അല്ലാതെ നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സുഖം തരുന്ന, അല്ലെങ്കിൽ റിലാക്സേഷൻ തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്ത്രീകൾ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണം. നമ്മൾ പിള്ളേരെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡൗൺ ആയി പോണ ഒരാളായിരുന്നു കേട്ടോ. പെട്ടെന്ന് കരിയും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടമൊക്കെ വരുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ടിട്ട് നമുക്ക് വേണ്ടി കുറച്ച് നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് നമ്മൾ സ്ട്രെസ്സായിട്ട് പോവാതിരിക്കുക എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഊണ് കഴിക്കാറാകുമ്പോഴേ പപ്പടം കാച്ചേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.